എക്സാംസ് ആയിരുന്നു എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എക്സാമിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ആയാലും പേപ്പർ 1 ആയാലും എല്ലാം. മാർക്ക് കുറയുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ ഒരു സങ്കടം വരും. വിഷമം ഉണ്ട്, എന്നാലും അത് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സാമിന് ഞാൻ ആ പോർഷൻസ് പഠിക്കാനായിരുന്നു കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തത്. രണ്ടാമത്തെ എക്സാം മുതൽ ഞാൻ റിവിഷൻ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നോക്കി അതിൻ്റെ അനുസരിച്ച് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് തന്നെയായിരുന്നു. റിവിഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ക്ലാസ് കഴിഞ്ഞ ബാക്കി സമയം ഇവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ആയിട്ടും ഒക്കെ നോക്കും. വീട്ടിൽ പോയാൽ തന്നെ മാത്സ് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. അപ്പോൾ സാറ് വന്ന് പേഴ്സണൽ പ്ലാൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കുമായിരുന്നു ആ സമയത്ത് ഇരുന്നിട്ട്. പേപ്പർ 2 ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു വരുമ്പം കുറച്ച്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അത് ഇത്രയും വാസ്റ്റാന്ന് മനസ്സിലായതും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് പഠിച്ചതും അപ്പുറം തന്നെയായിരുന്നു. നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയയായിരുന്നു പേപ്പർ 1. 10 മൊഡ്യൂൾ നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് അത് കണ്ടതും പഠിച്ചതും ഒക്കെ. ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം. ഒരു മൊമെന്റിൽ നമുക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള മാത്രമാണ്. അതങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തിക്കെട്ടിയാൽ ഭയങ്കര സുഖമായിട്ട് പോകാൻ പറ്റും. ഹലോ എവ്രി വൺ. സോ നമ്മുടെ സക്സസ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇവിടെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അലിഡയാണ്. അലിഡ കാലിക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ അലിഡയെ കുറിച്ച് പറയുകയാണെങ്കിൽ നവംബർ ഡിസംബർ 2022 അലിഡ ഇവിടുത്തെ ഓഫ്ലൈൻ ബാച്ചിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. സോ അലിഡയും ഇവിടെ ആദ്യമായിട്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അലിഡയും പറയുന്നൊരു കാര്യമായിരുന്നു, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നോളജാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ PG പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നെറ്റിനെ കുറിച്ച് അറിയത്തുള്ളൂ എന്ന്. പക്ഷേ എനിക്കൊരു പേഴ്സണൽ പ്രൈഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അലിഡ. കാരണം അലിഡ ഇവിടെ കോൺസിക്വൻ്റ്ലി 3 നെറ്റ് അടുപ്പിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ നമുക്കറിയാം NDA നെറ്റിൻ്റെ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. സോ അതും അടുപ്പിച്ച് 3 തവണ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ആക്ച്വലി റിക്വയേഴ്സ് എ ഡിറ്റർമിനേഷൻ. അതിനൊരു കൺസിസ്റ്റൻസി വേണം. സോ അപ്പം എങ്ങനെയാണ് അലിഡ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തത്? അതായത് അടുപ്പിച്ച് 3 എക്സാംസിന് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അതത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തത്? PG എൻട്രൻസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പോൾ അതിൻ്റെ ഒരു നോളജ് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെയാണ് ബാക്കി അതിനുള്ള മോട്ടിവേഷനും എല്ലാം കിട്ടിയത് ഇവിടെ നിന്ന് തന്നെയാണ്. ഓക്കെ. സോ അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഡിസംബറിലാണ് അലിഡ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ആ ഒരു മാർച്ചിലെ എക്സാമിൽ തന്നെ അലിഡ ക്വാളിഫൈ ചെയ്തു. അപ്പം ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് എങ്ങനെയായിരുന്നു അതായത് ആദ്യത്തെ ആ ഒരു അറ്റംപ്റ്റ് പഠിച്ചെഴുതുന്ന ആ ഒരു അറ്റംപ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടായിരുന്നോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷ് എനിക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ വന്നു. പിന്നെ തിയറിയും കുറച്ച് അന്ന് കിട്ടി. പിന്നെ പേപ്പർ 1 ആയിരുന്നു നല്ല പ്രശ്നം ഉണ്ടായിരുന്നത്. അതിന് എനിക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൊണ്ടാണ് ഞാൻ അന്ന് ക്വാളിഫൈ ആയി പോയത്. ഓക്കെ. സോ അപ്പം അലിഡ ഇവിടെ 3 നെറ്റിൻ്റെ എക്സാംസ് എഴുതിയിട്ടുണ്ട്. 3 തവണയും നെറ്റ് അലിഡ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അലിഡയിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ പേപ്പർ 1 ടഫ് ആയിരിക്കും, പേപ്പർ 2 ഈസി ആയിരിക്കും, അടുത്ത എക്സാം വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഈ ഒരു 3 എക്സാംസിലും എങ്ങനെയായിരുന്നു ഈ പറയുന്ന പേപ്പർ 1 ആൻഡ് പേപ്പർ 2 മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്? പേപ്പർ 2 ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു വരുമ്പം കുറച്ച്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അത് ഇത്രയും വാസ്റ്റാന്ന് മനസ്സിലായതും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് പഠിച്ചതും അപ്പുറം തന്നെയായിരുന്നു. പിന്നെ പേപ്പർ 1 ബ്ലസി മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും അധികം ഒരു ടോപ്പിക്ക് ഡീറ്റെയിലി പറഞ്ഞ വേറൊരു മിസ് ഞാൻ കണ്ടിട്ടേ ഇല്ല എനിക്ക്. മാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ്. എക്സാംസ് ആയിരുന്നു മെയിനായിട്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം ഇവിടെ ഈ ആപ്പിൾബിയിൽ നമ്മൾ പല സ്ട്രാറ്റജീസ് ഉണ്ട്. എക്സാംസ് ഉണ്ട്, ക്ലാസ് ആയിട്ടുണ്ട്, പിന്നെ ഈ പറയുന്നത് പോലെ അനാലിസിസ്, ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള അനാലിസിസ് ഉണ്ട്. ഇതിൽ ഏത് സ്ട്രാറ്റജി ആയിരുന്നു അലിഡയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എക്സാംസ് ആയിരുന്നു എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എക്സാമിന് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ആയാലും പേപ്പർ 1 ആയാലും എല്ലാം. ഓക്കെ. അപ്പോൾ എക്സാംസ് ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ. ഇതിൽ ഈ എക്സാംസിന് മാർക്ക് കുറയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം അതിനെ എങ്ങനെയായിരുന്നു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ടിരുന്നത്? ആദ്യം മാർക്ക് കുറയുമ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ ഒരു സങ്കടം വരും. അപ്പം വീണ്ടും അത് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷൻ തന്നെയായിരുന്നു. വിഷമം ഉണ്ട്, എന്നാലും അത് പഠിക്കാനുള്ളൊരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
സോ അപ്പം അലിഡയ്ക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സാംസ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ എക്സാംസ് എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്ന റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് കൂടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, കുറഞ്ഞു വരുമ്പോൾ ഒരു വിഷമം, ആ വിഷമത്തിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ, അങ്ങനെ എക്സാംസ് ആണ് അലിഡേനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അലിഡ കോച്ചിങ്ങിന് വരുന്നതിന് മുമ്പ് നെറ്റിന്റെ എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വിത്ത് കോച്ചിങ് ആൻഡ് വിത്തൗട്ട് കോച്ചിങ് എന്ത് ഡിഫറൻസ് ആണ് അലിഡയ്ക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്? കോച്ചിങ് ഇല്ലാതെ വെറുതെ എന്താ എക്സാം എന്ന് അറിയാൻ വേണ്ടി പോയി എഴുതിയായിരുന്നു. പക്ഷെ എനിക്ക് കോച്ചിങ്ങിന് വന്നപ്പോൾ ഇത് ഇത്രയും ബുദ്ധിമുട്ടാണെന്നും അത് പഠിക്കേണ്ട സാധനമാണെന്നും മനസ്സിലായത് അന്നായിരുന്നു, ഈ ഒരു ടൈമിലാണ്. ഓക്കെ, സോ അപ്പം ഈ നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഡിസംബർ 2023 ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള പേപ്പർ ഏതായിരുന്നു? ബ്രിട്ടീഷ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രിട്ടീഷ് ഭയങ്കര വാസ്റ്റ് ആണ്, നമ്മളത് എത്ര പഠിച്ചാലും അത് തീരത്തില്ല. അതുപോലെ തന്നെയാണ് ലിറ്റററി തിയറിയും. അപ്പോൾ ഈ വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എങ്ങനെയായിരുന്നു ക്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഇനി പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ജൂൺ 2024 എക്സാംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളോട് ഈ പറയുന്നത് പോലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള മൊഡ്യൂൾസ് അതെങ്ങനെയാണ് കവർ ചെയ്തത്? തിയറിയും ബ്രിട്ടീഷും ഭയങ്കര വാസ്റ്റ് ആണ്. പക്ഷെ അതിന് നമുക്ക് പഠിച്ചാൽ അത്രയും മാർക്ക് നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചധികം ഫോക്കസ് അതിന് കൊടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇവിടുത്തെ സ്ട്രാറ്റജി ഓരോ മൊഡ്യൂളായിട്ടാണല്ലോ വരുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് മുതൽ നമുക്ക് ഏറ്റവും മോഡേൺ വരെ ഉണ്ട്. അപ്പം അതിന്റെ ഓരോ സാധനവും ഓരോന്നിന്റെ എക്സാമും ഒക്കെ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ അതിന് വേണ്ടി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അലിഡ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷും ലിറ്റററി തിയറിയും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പക്ഷേ അത് നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കണം. കാരണം ഈ പറയുന്നത് പോലെ നമുക്കൊരു 40 to 50 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 മൊഡ്യൂൾസ് ആണ് ഈ 2 മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ച് എഫോർട്ടും ഡിറ്റർമിനേഷനും എല്ലാം ഇട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്പ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, അത് എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാനത് നന്നായി നോക്കുമായിരുന്നു. ഫസ്റ്റ് എക്സാമിനൊന്നും അത് പരിചയമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് സാറ് പറഞ്ഞായിരുന്നു നന്നായി നോക്കണമെന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിന് 4 ഓപ്ഷൻസും അത് നോക്കിയിട്ട് തന്നെ പോകുമായിരുന്നു. അപ്പൊ അടുത്ത എക്സാമിന് അത് ഹെൽപ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എക്സാംസ് അതായത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക, ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അതായിരുന്നു അലിഡയ്ക്ക് ഈ ഒരു അടുപ്പിച്ച് 3 നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി എനിക്ക് ഒരു ഡൗട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇംഗ്ലീഷിലെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് പേപ്പർ 1 അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അവർക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പേപ്പർ 1 ഈ ഒരു മാർക്ക്, ഇത്രയും മാർക്ക് കിട്ടുന്ന ഒരു ഇതിലോട്ട് പേപ്പർ 1 എത്തിച്ചേർന്നത്? ബ്ലെസ്സി മാമിനോടാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. കാരണം നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയയാണ് പേപ്പർ 1. 10 മൊഡ്യൂൾ നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് അത് കണ്ടതും പഠിച്ചതും ഒക്കെ. ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പേപ്പർ 2 എടുക്കുവാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 2 ബാച്ചായിട്ട് അലിഡ ഉണ്ടായിരുന്നു. അപ്പം ഈ റിവിഷൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഫസ്റ്റ് എക്സാമിന് ഞാൻ ആ പോർഷൻസ് പഠിക്കാനായിരുന്നു കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തത്. രണ്ടാമത്തെ എക്സാം മുതൽ ഞാൻ റിവിഷൻ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നോക്കി അതിൻ്റെ അനുസരിച്ച് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് തന്നെയായിരുന്നു. റിവിഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. റിവിഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും ടെസ്റ്റുകൾ എപ്പോഴും ഇടാറുണ്ടായിരുന്നു. അപ്പം റിവിഷൻ ആണ് കുറച്ചും കൂടി ഈ ഓർത്തിരിക്കാനായിട്ടൊക്കെ. ഓക്കെ, അപ്പം അലിഡ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസിനെ കുറിച്ച് പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മളിപ്പം ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ കാണുന്നുണ്ട്, നെറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം അവർ പോകുന്നു. കാരണം അവരുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് സ്റ്റഫ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർ പോകുന്നു. പക്ഷെ അടുത്ത തവണ അവർ നെറ്റ് അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുമായിരിക്കും. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അടുപ്പിച്ച് 3 തവണ നെറ്റ് ക്ലിയർ ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്നത് പോലെ കോച്ചിങ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ആ പ്രോസസ്സിന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ഇത്രയാണ് നമുക്ക് അലിഡയ്ക്ക് നമ്മളോട് പറയാനായിട്ടുള്ളത്. എക്സാംസും റിവിഷനും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ടൈം ഓൾമോസ്റ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാനിവിടെ ക്ലാസ് കഴിഞ്ഞ ബാക്കി സമയം ഇവിടെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ആയിട്ടും ഒക്കെ നോക്കും. പിന്നെ വീട്ടിൽ പോയാൽ തന്നെ മാത്സ് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. അപ്പോൾ സാറ് വന്ന് പേഴ്സണൽ പ്ലാൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കുമായിരുന്നു ആ സമയത്ത് ഇരുന്നിട്ട്.
ഓക്കെ. സോ അപ്പോൾ നമ്മൾ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു പേപ്പറിനും കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ രണ്ടിനും ഒരുപോലെ കൊണ്ടുപോകും, രണ്ടിനും ഈക്വൽ ആയിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു എക്സാം പേപ്പർ 1 ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് പേപ്പർ 2 സ്കോർ ചെയ്യാം. അതല്ല പേപ്പർ 2 ആണ് ഡിഫിക്കൽട്ട് എങ്കിൽ പേപ്പർ 1 സ്കോർ ചെയ്യാം. സോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത്രയും കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നെറ്റ് അലിഡ ക്ലിയർ ചെയ്യുന്നത്. സോ അപ്പം ഇനി അലിഡയ്ക്ക് നമ്മുടെ അടുത്ത ബാച്ചിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഒരു മൊമെന്റിൽ നമുക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള മാത്രമാണ്. അതങ്ങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തിക്കെട്ടിയാൽ ഭയങ്കര സുഖമായിട്ട് പോകാൻ പറ്റും. So that's all for today's testimonial video. Thank you.